പ്രസാദ് ഏട്ടാ, പ്രസാദ് ഏട്ടൻ ഇതിനോടകം ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയേണ്ടത് പ്രസാദ് ഏട്ടൻ എങ്ങനെയുള്ളൊരു കോർഡിനേറ്റർ ആണ്? ഭയങ്കര കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണോ, അതോ ഭയങ്കര ടെൻഷൻ അടിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണോ? ഞാൻ എന്തോ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, അത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എനിക്കത് പ്രസാദിന്റെ വായന അറിയണം. അത് എനിക്ക് ടോട്ടലി ടെൻഷനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേറ്ററാണ് രമേശ് പിഷാരടി. പക്ഷേ പുള്ളി വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ്റെ കൂടപ്പിറപ്പാ. ടെൻഷൻ ഉണ്ടെങ്കിൽ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് ടെൻഷനായിരിക്കും. അപ്പം അതാണ് എൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകൾ കണ്ടു, ഞാൻ ഇതിൽ സംബന്ധിച്ചു. അപ്പോൾ അത് മനസ്സിലായത്, പണ്ട് ഞാൻ താമസിക്കുന്ന കലാഭവൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആബേലച്ചൻ വൈകുന്നേരം പോകുന്ന വഴി എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നെ വിളിക്കും, പ്രസാദ് ഉണ്ടോ എന്നൊരു വിളിക്കും. ഞാൻ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ വന്നിട്ട് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അച്ഛൻ്റെ താമസസ്ഥലം വരെ പോകും. അപ്പോൾ ഈ പോകുന്ന വഴി അച്ഛൻ പറയുന്ന കഥകൾ ഒരു 8-10 വർഷം കേട്ടിട്ടുണ്ട് ഈ കഥകൾ. എന്തിനെ കുറിച്ച് പറഞ്ഞാലും അപ്പോൾ ഉണ്ടാവും ഒരു കഥ. പേന ഉണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ പേനയെ കുറിച്ചൊരു കഥ ഉണ്ടാവും. ചായ കുടിച്ചു എന്ന് വെച്ചാൽ അപ്പോൾ ചായ ഒരു കഥ. ഒരാൾ വന്ന് അച്ഛൻ്റെ പുറകെ ഒന്ന് കൂവിയാൽ അപ്പം അച്ഛനൊരു കഥ പറയും. അങ്ങനെ നിരന്തരമായിട്ട് എവിടെ നിന്നാ ഈ കഥ വരണമെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് രമേശിൻ്റെ കാര്യവും. പിഷാരടിക്ക് ഇത് ചുമ്മാ എന്താ പറയുന്നത്, വെറുതെ ഒന്ന് പൊക്കി പറയാന്നോർത്ത് പറയണല്ലേ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഇത് പറഞ്ഞെങ്കിലും ആബേലച്ചനെ പോലെ ഒരാളുമായിട്ടൊരു തമാശക്കാണെങ്കിലും വെറുതെ ഈ കഥ പറച്ചിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വരി എൻ്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. അച്ഛൻ പറയുന്ന കഥയുടെ അവസാനം ഒരു സാരോപദേശം ഉണ്ടാവും, മിക്കവാറും ഹ്യൂമർ ഉണ്ടാവും എങ്കിൽ പോലും. പക്ഷേ രമേശിൻ്റെ കഥയുടെ ക്ലൈമാക്സ് ഒരു ഹ്യൂമർ ആയിരിക്കും. അതാണ് അതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ല, അതുകൊണ്ടല്ല, അത് അച്ഛൻ സാരോപദേശം പറയുന്നത് എന്താ വെച്ചാൽ, അച്ഛൻ കഥ പറയുമ്പോൾ പ്രസാദേട്ടനെ നന്നാക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ആരെ നന്നാക്കണം എന്നൊരു ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് സാരോപദേശമുള്ള കഥകൾ പറയാത്തത്. പക്ഷേ ഇതുപോലൊരു വേദിയിൽ നമ്മൾ യാദൃശ്ചികമായിട്ട് ആണെങ്കിലും പറഞ്ഞു പോകേണ്ട ഒരു പേരാണ് ആബേലച്ചൻ്റെ പേര്. മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ജന്മം കൊടുക്കുക, അതിനെ വേണ്ടി ശ്രമിക്കുക, ഇത്രയധികം ഒരു പ്രസ്ഥാനത്തെ, കലയിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരിക, അതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ആബേലച്ചൻ. ആബേലച്ചനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് ഈ പ്രസാദ് ഏട്ടൻ. കലാഭവൻ എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലൂടെ കേരളത്തിന് സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള കലാകാരന്മാരുടെ എണ്ണം എത്രയോ എണ്ണമാണ്. നമുക്ക് വിരൽ മടക്കി എണ്ണയെ തീരാത്ത അത്രയും കലാകാരന്മാരെ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരാളാണ് പ്രസാദ് ഏട്ടൻ എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അത് മാത്രമല്ല, അത് മാത്രമല്ല, പണ്ട് ഞാൻ കലാഭവൻ്റെ കൂടെ പോകുമ്പോൾ ഒറ്റക്കാണ്, ഇതേപോലെ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊന്നും പേരില്ല എന്നേ ഉള്ളൂ, ഒറ്റക്കാണ് വന്ന് 15-20 മിനിറ്റ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആശയം വരുന്നത്, 6 പേര് 5 പേര് ചേർന്നിട്ട് ഒരു പ്രോഗ്രാം. അപ്പോൾ കലാഭവൻ്റെ മാനേജർ ഉണ്ടെന്ന് ഷേർലി, അപ്പോൾ എന്നെ വിളിച്ചു. ഞങ്ങളൊരു മുറിയിലോട്ട് കയറി നിന്നിട്ടാണ് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കലാരൂപം ഇത്രയും വളർന്നല്ലോ, അപ്പോൾ ഇതിൻ്റെ ആദ്യ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ് സത്യം പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നെ കലാഭവൻ്റെ സെക്രട്ടറി വരുന്നത്. പിന്നെയാണ് നമ്മൾ മറ്റു കലാകാരന്മാരെല്ലാം, നമ്മൾ റഹ്മാനെയും വർഗീച്ചമ്പേട്ടയും, അന്ന് അശോക് ഹക്കീമാണ്, പിന്നെ അവർ പോയ ശേഷമാണ് സിദ്ദിഖ് ലാൽ വരുന്നത്. അതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ആദ്യത്തെ ഡിസ്കഷനിൽ അതെപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതാം. നമ്മൾ ദാസേട്ടൻ ഇതിനകത്ത് 50 വർഷമായി, അല്ല സംഗീതത്തിൽ 60 വർഷമായി എന്നൊക്കെ പറയുന്നത്, ഏകദേശം 45 വർഷമായില്ലേ സ്റ്റേജ് പരിപാടിയിൽ? അതെ, 45 വർഷമായി. ആബേലച്ചനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു മനോഹരമായ ഓർമ്മ ഞങ്ങളോടൊന്ന് പങ്കുവെക്കണം. അല്ല, അച്ഛനിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ അവിടെ ആ വീട്ടിൽ എപ്പോഴും വഴക്കാന്ന് പറഞ്ഞാൽ ആ വഴക്കിനെ കുറിച്ച് അച്ഛനൊരു കഥ പറയും. അപ്പോൾ ഒരിക്കൽ സിദ്ദിഖ് കലാഭവനിൽ വന്നപ്പോൾ സിദ്ദിഖ് ചോദിച്ചു, നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ചോദിച്ചു, അച്ഛൻ ഞങ്ങളുടെ ഈ പുല്ലേപ്പടി വഴി പോകുമ്പോൾ ചില പിള്ളേർ വന്ന് കൂവാറുണ്ട് അച്ഛനെ, ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ എന്താ റിയാക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞ കഥ, ഞാൻ വത്തിക്കാനിലായിരുന്നപ്പോൾ, ഇറ്റലിയിലെ വത്തിക്കാനിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പട്ടത്തിന് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർ നടക്കുമ്പോൾ ഈ വത്തിക്കാനിലുള്ളവർ കാശ് കൊടുത്ത് കുറച്ച് തെമ്മാടി പിള്ളേരെ ഏർപ്പാട് ചെയ്തിട്ട് കൂയിക്കും. അതെന്താന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി വരുവാനും ദേഷ്യം വരാതിരിക്കാൻ, ഇത് കൺട്രോൾ ചെയ്യാൻ, എന്നുവെച്ചാൽ അവരെയൊന്നും തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്നുള്ള നിയമം. അപ്പം ഇതൊക്കെ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി കാശ് കൊടുത്ത് ഇങ്ങനെ കൂവിക്കും. എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ. അത് മാത്രമല്ല, എനിക്ക് ഫ്രീ ആയിട്ട് പക്വതയും കിട്ടി, മെച്യൂരിറ്റിയും കിട്ടി, ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അവിടെ അച്ഛൻ പോസിറ്റീവായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതാണ് അത് ചിലർ ഗമ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അച്ഛനെ വിദേശത്ത് ഒരാൾ കാറിൽ കൊണ്ടുപോകുമ്പം അന്ന് ഇവിടെ സീറ്റ് ബെൽറ്റ്, എയർ ബാഗ് ഇതൊന്നും വണ്ടികളിൽ വന്നിട്ടില്ല. അന്ന് ഇവിടുത്തെ സാധാരണ അംബാസിഡറുള്ള കാലത്ത് അന്ന് ഒരാൾ അച്ഛനെ കയറ്റിയിട്ട് വലുതായിട്ട് പൊങ്ങച്ചൻ പറയാണ്, അച്ഛാ
ഈ കാറിൻ്റെ പ്രത്യേകത ഇത് ഇവിടുന്ന് ഇടിച്ചാൽ ഇവിടെ എയർ ബാഗ് വരും, അവിടെ നിന്ന് വന്നാൽ അവിടെ നിന്ന് ഇത് വീർത്ത് വരും, പിന്നെ ഈ ബെൽറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇത് പറ്റില്ല, മോളിൽ നിന്ന് അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും, അത് അങ്ങനെ ഒരുപാട്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചാൽ സ്പീക്കർ ഇങ്ങനെ ചുറ്റും സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് അന്നൊന്നും ഇവിടെ ഇല്ല, അതെല്ലാം നമുക്കിരുന്ന് കേൾക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് മഞ്ഞ് സമയം വരുമ്പോൾ അതിന് പ്രത്യേക ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, മറ്റ് സാധാരണ ലൈറ്റ് കാണാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെയും അഭിലാഷം ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്, ഈ കാറ് മൊത്തമായിട്ടൊരു കൊക്കക്കകത്തോട്ട് അങ്ങ് വീണു പോയാലോ? അപ്പൊ ഈ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ഇല്ല, സത്യം പറഞ്ഞാൽ അഭിലക്ഷ്യം നമ്മുടെ ഷോയെ സംബന്ധിച്ച് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കാരണം കലാഭവനിലൂടെ ഒരുപാട് കലാകാരന്മാർ വളർന്നിരിക്കുന്നത്. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിലൂടെയും ഒരുപാട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഇനി വളർന്നു വരാൻ പോവുകയാണ്. അങ്ങനെ വളർന്നു വരണം അല്ലേ? ഒരു പ്ലാറ്റ്ഫോം മാത്രമേ എപ്പോഴും മൂന്നാമതൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അവനവന്റെ ഉത്തരവാദിത്വമാണ് എപ്പോഴും. അതെ, ഉത്തരവാദിത്വമാണ്, ഭാഗ്യമാണ്, ഹാർഡ് വർക്കാണ്. യെസ്, തീർച്ചയായിട്ടും. അങ്ങനെ അതുല്യരായ കലാകാരന്മാർക്ക് തന്നെയാണ് ഇവിടെ വേദി ഒരുക്കുന്നത്.